നമ്മുടെ ട്രേഡിങ് സൂപ്പറായിട്ട് തന്നെ പോവുകയാണ്. നമ്മൾ $100 തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം 423 ബാലൻസ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ 2000 വരെ പോയിരുന്നു. പിന്നെ എനിക്കൊരു $700 നഷ്ടം വന്നു. പിന്നെ ഞാനൊരു $500 ഞാൻ അതിൻ്റെ പ്രോഫിറ്റായിട്ട് വിഡ്രോ ചെയ്തു. ഇപ്പോൾ ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ $100 തുടങ്ങി 2000 വരെ പോയിരുന്നു. പക്ഷേ എനിക്ക് ചില മിസ്റ്റേക്കുകൾ കാരണം അത് കുറച്ച് പൈസ അതിൻ്റെ അകത്ത് നഷ്ടമുണ്ടായി. $700-800 ലോസ് വന്നു കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ലോസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കണം, പ്രോഫിറ്റ് വിഡ്രോ ചെയ്യണം. അങ്ങനെ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് സൈക്കോളജിക്കലി നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിംഗാണ് നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ലോസിൽ പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ ആ ലോസ് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ലോസിൽ പോകുമ്പം നമുക്ക് ഇപ്പം നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു $1000 നമ്മുടെ അക്കൗണ്ടിലുണ്ടെന്ന് നോക്കുക. നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നമുക്ക് ഒരു 100, 200, $300 നഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ $700 ഉണ്ട് നോക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയം നമ്മൾ $200 നമ്മൾ പ്രോഫിറ്റായിട്ട് വിഡ്രോ ചെയ്യണം. ഓക്കെ, അങ്ങനെ $200 പ്രോഫിറ്റായിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സൈക്കോളജിക്കൽ ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ട്രേഡിങ്ങിനെ വളരെ പോസിറ്റീവായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്യും. സോ ആ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട്, ആ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു $500 ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ ആ വിഡ്രോ ചെയ്തത് ഇപ്പം നമ്മൾ പിന്നീട് നമ്മൾ മൈൻഡ് വീണ്ടും നമുക്ക് ആ ഒരു സൈക്കോളജിക്കലി നമ്മൾ സ്ട്രോങ് ആവും. കാരണം ആ ഒരു പ്രോഫിറ്റ് കണ്ടു കഴിയുമ്പം നമുക്കൊരു ബൂസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇപ്പം നമ്മുടെ അക്കൗണ്ട് ഞാൻ $100 ഇട്ടത് പ്രോഫിറ്റബിളാണ്. 100% പ്രോഫിറ്റബിളായിട്ട് നമ്മൾ പ്രോഫിറ്റ് വിഡ്രോ ചെയ്ത ശേഷം ഇപ്പം 423 നമ്മുടെ ബാലൻസ് നിൽക്കുന്നത്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി അല്ലേ, ഒരു മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഈ അക്കൗണ്ട് മിനിമം ഒരു 500 ആക്കുക. ഓക്കെ, ഈ മാസത്തിന് ഒരു 1 വീക്കുള്ള ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്ക് ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്. ഈ സമയം കൊണ്ട് ഈ അക്കൗണ്ടിനെ എന്താ പറയുക, ഒരു $500 ആക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം.